പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്ന് നമുക്ക് പച്ചക്കറിയൊക്കെ എടുത്ത് കഴുകി വൃത്തിയാക്കി കറിയൊക്കെ വെച്ച് നമുക്ക് എളുപ്പത്തിലൊരു ലഞ്ച് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇന്നത്തെ ലഞ്ച് കോംബോ സാമ്പാർ അത് അടുപ്പത്തായി കഴിഞ്ഞു. പിന്നെ ചീരത്തോരൻ, പിന്നെ ഉള്ളിപ്പപ്പടം, ഇത് തൈരും. അത്രയാണ് നമ്മുടെ ഇന്നത്തെ വിഭവങ്ങൾ. അത്ര നമുക്ക് ഒരു 1.5 മണിക്കൂർ കൊണ്ട് നമുക്കത് തയ്യാറാക്കാം. അപ്പോൾ 10 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു 11:30 ആകുമ്പോഴത്തേന് ഈ പണിയൊക്കെ തീർത്ത് ഫ്രീ ആക്കാം. ചീരയുടെ തണ്ട് കളയേണ്ടതില്ല. നമ്മളത് മുറിച്ച് വെച്ചിട്ട് അതിൻ്റെ തൊലി അങ്ങ് മാറ്റിയിട്ട് അതും കൂടി അതിലേക്ക് അരിഞ്ഞിടാവുന്നതാണ്. അപ്പോൾ നമ്മൾ ചീര നന്നായിട്ട് കഴുകണം. വാങ്ങിയ ചീരയാണ് ഇത്. അപ്പോൾ നന്നായിട്ട് തന്നെ കഴുകിയിട്ട് ഉണ്ടാക്കാൻ പാടുള്ളൂ. എങ്ങനെ അരിയണം ചെഞ്ചീര, നനയരിയണം ചെഞ്ചീര, എങ്ങനെ പാകണം ചെഞ്ചീര, വട്ടത്തിൽ കുഴകുത്തി നീളത്തിൽ തടമിട്ട് അങ്ങനെ പാകണം ചെഞ്ചീര, അരരി വെക്കണം ചെഞ്ചീര, അമ്മായി വെക്കണം ചെഞ്ചീര, അരരി കൂട്ടണം ചെഞ്ചീര, അമ്മാവൻ കൂട്ടണം ചെഞ്ചീര. ചോറ് സാമ്പാറൊക്കെ തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചീരക്കറി ഉണ്ടാക്കണം. പിന്നെ പപ്പടം കാച്ചാനുണ്ട്. ഉള്ളിപ്പപ്പടം കാച്ചണം. ഗുരുവായൂരിൽ നിന്ന് വാങ്ങിച്ചതാണ് ഉള്ളിപ്പപ്പടം. അതും കൂടി കാച്ചി നമുക്ക് വേഗം ലഞ്ച് തയ്യാറാക്കാവുന്നതാണ്. സാമ്പാറിന് മുറിക്കൽ മാത്രമേ കുറച്ച് പണിയായിട്ടുള്ളൂ. ബാക്കിയൊക്കെ എളുപ്പം കഴിയും. കുറച്ച് നേരം ഇരുന്ന് മുറിക്കണ്ടേ സാമ്പാറിൻ്റെ കഷ്ണങ്ങൾ. അപ്പം എത്രയും രസകരമായൊരു പണിയാണ്. നമ്മൾ അടുക്കളയിലെ പണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വേഗം അത് തീർക്കുന്നതിൻ്റെ അനുസരിച്ചിട്ട് നമുക്ക് ഫ്രീ ആകാവുന്നതാണ്. അതിൻ്റെ ഇടയിൽ ഇടയ്ക്കൊന്ന് അടുക്കളയിലേക്ക് എത്തിച്ച് നോക്കും വേണം. എല്ലാം അവിടെ വേവുന്നതും തിളയ്ക്കുന്നതും ഒക്കെ നമ്മളുടെ കണ്ണും ശ്രദ്ധയും ഒക്കെ വേണമല്ലോ. നമ്മൾ അടുക്കളപ്പണി ശ്രദ്ധയോടെ ചെയ്ത് ശീലിച്ചു കഴിഞ്ഞാൽ ലോകത്തിലേത് പണിയും നമുക്ക് പിന്നെ ചെയ്യാൻ ബുദ്ധിമുട്ടില്ല. വളരെ അടുക്കും ചിട്ടയിലും ചെയ്യേണ്ട ഒരു ജോലിയാണ് അടുക്കളപ്പണി. പലപ്പോഴും നമ്മൾ കത്തി കൊണ്ടും തീ കൊണ്ടും ഒക്കെ തന്നെയല്ലേ കളിക്കുന്നത്. അപ്പോഴൊക്കെ നമ്മൾ ശ്രദ്ധ കൊടുക്കുന്നുണ്ടല്ലോ. എങ്കിലും ചിലപ്പോഴൊക്കെ നമ്മുടെ കൈവിരലിൻ്റെ അറ്റം മുറിയാറും പിന്നെ എണ്ണ തിളച്ച് പൊള്ളാറും ഒക്കെ ഉണ്ട്. അതൊക്കെ ചെറിയ സംഭവങ്ങൾ. വലിയ അപകടമൊന്നും വരുത്തല്ലേ ദൈവമേന്ന് പ്രാർത്ഥിച്ചുകൊണ്ടങ്ങ് ചെയ്യുക. കുട്ടികളെയൊക്കെ പണിയെടുക്കാൻ കൂട്ടുമ്പം നമ്മളപ്പോൾ അവരെ കൂട്ടിയിട്ട് തന്നെ ചെയ്യാൻ പാടുള്ളൂ. ഒരിക്കലും കുട്ടികളെ തനിയെ ഗ്യാസ് അടുപ്പൊന്നും കൈകാര്യം ചെയ്യാൻ സമ്മതിക്കരുത്. മൂർച്ചയുള്ള കത്തികളൊക്കെ കുട്ടികൾ കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. എങ്ങനെ അരിയണം ചെഞ്ചീര, എങ്ങനെ പാകണം ചെഞ്ചീര, വട്ടത്തിൽ കുഴകുത്തി നീളത്തിൽ തടമിട്ട് അങ്ങനെ പാകണം ചെഞ്ചീര, അങ്ങനെ പാകണം ചെഞ്ചീര, ആരരി വെക്കണം ചെഞ്ചീര, അമ്മായി വെക്കണം ചെഞ്ചീര, ആരരി കൂട്ടണം ചെഞ്ചീര,
അമ്മാവൻ കൂട്ടണം ചെഞ്ചീര ആരാരെ കൂട്ടണം ചെഞ്ചീര. പഴയ ഒരു കാലഘട്ടത്തിൻ്റെ, അതായത് ഒരു ഫ്യൂഡൽ കാലഘട്ടത്തിൻ്റെ ഓർമ്മപ്പെടുത്തലാണ് ഈ ചീരപ്പാട്ടിലൊക്കെ അടങ്ങിയിരിക്കുന്നത്. നമ്മൾ ചീര മുറിക്കുകയും ചീര അരിയുകയും ഒക്കെ ചെയ്യുമ്പോൾ അമ്മാവനും അമ്മായിക്കും ഒക്കെ പ്രാധാന്യമുള്ള കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഒരു ഫ്യൂഡൽ കാലഘട്ടമാണ്. മരുമക്കത്തായത്തിലും ആണ് അവർക്ക് പ്രാധാന്യമുള്ളത്. അത് കഴിഞ്ഞ മക്കത്തായത്തിൻ്റെ കാലമാകുമ്പോഴേക്കും ആ കൺസെപ്റ്റ് അങ്ങ് മാറുകയാണ്. അപ്പോൾ നമ്മൾ ആ ഒരു കാലഘട്ടത്തിലെ ജീവിതത്തിൽ ഈ പച്ചിലകളൊക്കെ ഉപയോഗിച്ചിരുന്നു, പച്ചില എന്നല്ല ഇലക്കറികളൊക്കെ ഉപയോഗിച്ചിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഭക്ഷ്യവിഭവങ്ങളുടെ കൂടെ നാം അതിൽ നിന്ന് അന്യമായി പോകുന്നതോടുകൂടിയാണ് നമുക്ക് ഈ കാഴ്ച പ്രശ്നങ്ങൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ കൂടുതൽ ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ ചീര തണ്ട് കളയേണ്ടതില്ല. അതിൻ്റെ തൊലി പൊളിച്ചിട്ട് നമുക്ക് അതിനെ കുനുകുനെ അരിഞ്ഞ് അതിലേക്ക് ചേർത്താൽ അതും അതിൻ്റെ കൂടെ തന്നെ വെന്ത് കിട്ടും. ചീരത്തണ്ട് വളരെ പോഷകസമൃദ്ധമായ ഒരു സാധനമാണ്. അപ്പോൾ അവിയലുണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിലേക്ക് തൊലി കളഞ്ഞിട്ടാൽ മതി. മുരിങ്ങക്കായുടെ കൂടെ ഒരു കൂട്ടുകാരനായിട്ട് ചീരത്തണ്ട് കൂടിക്കൊള്ളും. വളരെ മൂത്ത ഭാഗം ഞാൻ ഒഴിവാക്കുന്നുണ്ട്, ഇളയ ഭാഗങ്ങൾ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. അപ്പോൾ അത് അങ്ങനെ ഭയങ്കര രസകരമായിട്ട് ആ പണിയും കഴിഞ്ഞിരിക്കുകയാണ്. ഈ പച്ചമുളകുകൾ മുറിച്ചിടണം. നമ്മൾ ഒരു 4 പച്ചമുളകൊക്കെ ഇത്രയും ചീരയ്ക്ക് വേണം. വേറെ നമ്മളിതിൽ മുളക് പൊടിയോ ചതച്ച മുളകോ ഒന്നും ഇടുന്നില്ല. കടുക് പൊട്ടിക്കാൻ നേരത്തെ 2 മുളക് 2 വറ്റൽമുളക് ഇടുന്നുണ്ട്, അതല്ലാതെ മറ്റൊന്നും ഇടുന്നില്ല. കടുക്, മുളക്, കറിവേപ്പില വറുത്തിട്ടിട്ട് അതിലേക്കിട്ടിട്ട് ഇങ്ങോട്ട് ഇളക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. സിമ്പിളായിട്ടുള്ള ഇലക്കറി. നമ്മൾ ആഴ്ചയിൽ ഒരു 2 ദിവസമെങ്കിലും മിനിമം എന്തെങ്കിലും ഇലക്കറികൾ കഴിക്കണം. വീട്ടിൽ മുരിങ്ങയിലയൊക്കെ പാഴായി പോകുന്നത് എന്നൊക്കെ കുറച്ച് പൊട്ടിച്ചെടുത്തിട്ട് ഇടയ്ക്ക് കറിയൊക്കെ ഉണ്ടാക്കുക. മുരിങ്ങയിലയും പരിപ്പും കറി വയ്ക്കാം, മുരിങ്ങയില കൂട്ടുകളായിട്ട് പല സാധനങ്ങളുടെ കൂടെ വയ്ക്കാം. അരിഞ്ഞെടുത്ത ചീര നമുക്ക് വഴറ്റി വേവിക്കാം. അതിൻ്റെ ഇടയിൽ നമുക്ക് കുറച്ച് പപ്പടം കാച്ചി വെക്കാനുണ്ട്. അത് ഗുരുവായൂരിൽ നിന്ന് വാങ്ങി കൊണ്ടുവന്ന ഉള്ളിപ്പപ്പടമാണ്. വളരെ കാണാനൊക്കെ ഭയങ്കര ഭംഗിയൊക്കെ ഉള്ളൊരു സാധനമാണ്. ടേസ്റ്റും ഉണ്ട്. ഉള്ളിയുടെ ഒരു ടേസ്റ്റ്, സവാളയുടെ ടേസ്റ്റാണ് കഴിക്കുമ്പോൾ. ചെറിയ ചെറിയ ഉണ്ണികളായിട്ടുള്ള പപ്പടങ്ങൾ. ഇതാണ് ഉള്ളിപ്പപ്പടം. കണ്ട ഉള്ളിയുടെ കളർ തന്നെയാണ് അതിന്. എണ്ണ ചൂടാകുമ്പോൾ നമ്മൾ അതിലേക്ക് പപ്പടം ഇട്ട് കൊടുക്കുക, ആവശ്യത്തിന് പൊരിച്ചെടുക്കുക. നല്ല മൊരിഞ്ഞ് വീർത്ത് വരും പപ്പടം. എനിക്ക് കുറച്ച് ബ്രൗൺ കളറാകുന്നതാണ് ഇഷ്ടം, നല്ലോണം പൊരിഞ്ഞിട്ട് എടുക്കാനാണ് ഇഷ്ടം. ഇളക്കിയിട്ട് കൊടുക്കണം, എന്നാലേ എല്ലാ ഭാഗവും ആവുള്ളൂ. നമ്മൾ കൊണ്ടാട്ടമൊക്കെ വറുക്കുന്ന പോലെ തന്നെ ഇട്ടിട്ട് ഇളക്കിയിട്ടിട്ട് വറുക്കണം. അല്ലെങ്കിൽ നടുവിൽ ഇങ്ങനെ പൊരിഞ്ഞ് വന്നിട്ടും അറ്റം പൊരിഞ്ഞ് വരും, നടുവ് വേവുകയില്ല, അങ്ങനെ നിൽക്കും. അപ്പോൾ ഒന്ന് തിരിച്ചൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ വേഗമാകും. പിന്നെ പൊള്ളച്ച് വരും. ഭയങ്കര ടേസ്റ്റാണ്. ഇങ്ങനെ വളരെ ക്രിസ്പി ആയിട്ട് ഇങ്ങനെ ഇരിക്കും. സവോളയുടെ ടേസ്റ്റ് തന്നെയാണ്, കളറും അത് തന്നെയാണ്. അപ്പോൾ നമ്മൾ ഗുരുവായൂർ ഇടയ്ക്കിടയ്ക്ക് പോവുകയാണെങ്കിൽ ഇത്തരം കുറേ തനതായ സാധനങ്ങൾ കിട്ടും. ആ ദേശത്തിന്
അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. ഗുരുവായൂരിൻ്റെ തനതായ കുറേ വിഭവങ്ങൾ അവിടെ പോയി വാങ്ങിക്കൊണ്ടുവരാം. ഞാൻ താമര കൊണ്ടാട്ടമൊക്കെ അവിടുന്ന് ഗുരുവായൂരിൽ നിന്നാണ് വാങ്ങിക്കാറ്. അതൊക്കെ വാങ്ങി ശേഖരിച്ച് വെക്കും ഇടയ്ക്ക്. പെട്ടെന്ന് നമുക്ക് കഞ്ഞിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് അത് എവിടേക്കെങ്കിലും പെട്ടെന്ന് പോകാൻ നേരത്തൊക്കെ നമുക്ക് വേഗം ഉണ്ടാക്കാൻ എളുപ്പമാണ്. ചീര തയ്യാറാക്കാം. കടുകും മുളകും കറിവേപ്പിലയൊക്കെ ഇട്ടിട്ട് പൊട്ടിച്ച് അതിലേക്ക് നമ്മൾ ചീര ഇടുകയാണ്. ചീരയില അരിഞ്ഞ് ഉപ്പിട്ടിട്ട് വഴറ്റിയെടുക്കുക. പച്ചമുളക് അരിഞ്ഞതും അതിൻ്റെ കൂടെ തന്നെ ഇട്ടിട്ടുണ്ട്. ഉള്ളിയോ തേങ്ങയോ ഇതിൽ ചേർത്തിട്ടില്ല. എളുപ്പം നമ്മൾ പെട്ടെന്ന് അങ്ങോട്ട് തയ്യാറാക്കുന്നതാണ്. ഭയങ്കര രസമാണത്. അതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ചീരയുടെ തനതായ ടേസ്റ്റ് നമുക്ക് അനുഭവപ്പെടും. ഇപ്പോൾ ഒത്തിരി മഞ്ഞൾപ്പൊടി ഇട്ടാൽ പോലും ആ ചീരയുടെ ഒരു ടേസ്റ്റിൽ നിന്ന് നമ്മൾ മാറിപ്പോകുന്നുണ്ട്. അതും തയ്യാറായി കഴിഞ്ഞു. വളരെ ടേസ്റ്റിയായ ഒരു ലഞ്ച് നമ്മൾ തയ്യാറാക്കുകയാണ്. സാമ്പാർ, നമ്മുടെ ചീരത്തോരൻ, ഉള്ളിപ്പപ്പടം, പച്ചമുളകും കറിവേപ്പിലയും കൂടി ഇട്ട കുറച്ച് തൈരും. ഇത്രയാണ് ഇന്നത്തെ നമ്മളുടെ ലഞ്ച്. പപ്പടം ഉള്ളതുകൊണ്ട് അച്ചാറങ്ങ് ഒഴിവാക്കി. പ്രഷറൊക്കെ ഉള്ളതാണ്. അപ്പോൾ പപ്പടത്തിന് അത്യാവശ്യം ഉപ്പുണ്ടാകും. അപ്പോൾ നമ്മൾ എല്ലാ ദിവസവും കുറച്ച് തൈര് കഴിക്കുന്നത് നല്ലതാണ്. നമുക്ക് പ്രോബയോട്ടിക്. കുറച്ച് തൈര് ഉപ്പൊക്കെ ഇട്ടിട്ട് നമ്മൾ എടുക്കുക. കല്ല് ഭരണിയിലാണ് ഞാനത് ഉണ്ടാക്കാറ്. ഭയങ്കര നല്ല ടേസ്റ്റായിരിക്കും. മൺചട്ടിയിലോ കല്ല് ഭരണിയിലോ ഉണ്ടാക്കിക്കഴിഞ്ഞാൽ തൈരിനൊരു പ്രത്യേക ടേസ്റ്റായിരിക്കും. അര ഗ്ലാസ് തൈര്, അതിലുപ്പും ഒരു പച്ചമുളകും ഒരു തണ്ട് കറിവേപ്പില ഇടുക. അതാണ് അതിൻ്റെ ഒരു കോമ്പിനേഷൻ. അങ്ങനെ നമ്മളുടെ സിമ്പിളായിട്ടുള്ള ലഞ്ച് തയ്യാറായി കഴിഞ്ഞു. വേണമെങ്കിൽ ഒരു കഷ്ണം ഇഞ്ചിയും കൂടി ഇടാം. ഞാനത് ഇട്ടിട്ടില്ല. പാകത്തിന് പുളി. ഈ കല്ലിൻ്റെ ചട്ടിയിൽ ഉറ ഒഴിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ വേഗം ഉറ കൂടും. അപ്പോൾ രാത്രി വൈകി ഒഴിച്ചിട്ട് നമ്മൾ രാവിലെ എടുത്തിട്ട് വല്ല കറികളൊക്കെ ആക്കി മാറ്റുക. അല്ലെങ്കിൽ പെട്ടെന്ന് ഫ്രിഡ്ജിലേക്ക് മാറ്റുക. ഫ്രിഡ്ജിലേക്ക് മാറ്റി കഴിയുമ്പോൾ അതിൻ്റെ ടേസ്റ്റിന് ചെറിയ മാറ്റമൊക്കെ വരും. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഇതൊക്കെ തയ്യാറാക്കുന്നു. പ്രിയപ്പെട്ട കൂട്ടുകാരെ, അങ്ങനെ വളരെ എളുപ്പത്തിൽ നമുക്ക് ഒരു ലഞ്ച് എങ്ങനെ തയ്യാറാക്കാമെന്ന് ആണ്. അപ്പോൾ ഞാൻ ഒരു 1.5 മണിക്കൂർ കൊണ്ടാണ് ഇത്രയും സാധനങ്ങൾ തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും താങ്ക് യു.